ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്നും നല്ല മഴയാട്ടോ. അപ്പം ഈ വെക്കുന്നത് കുളിക്കാനുള്ള വെള്ളമാണ്. ഇവിടെ എല്ലാവർക്കും ചൂടുവെള്ളം വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദ്യം തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയാണ് ആക്കുന്നത്. അരി നമ്മൾ ഇവിടുന്ന് തന്നെ കഴുകി തലേന്ന് പുറത്ത് കഴുകി ഞാനിതാ വെള്ളം ഊറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആക്കുന്നവർ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പൊടി വാങ്ങിയിട്ടല്ലായിരിക്കുമല്ലോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് അങ്ങനെയല്ലേ. നമ്മളങ്ങനെയല്ല, തലേന്ന് ചോന്നരി റേഷനരിയാണോ ഏതരിയാണോ ചോറ് വെക്കുന്ന അരി കേട്ടോ. അപ്പോൾ അത് തലേന്ന് തന്നെ കുതിർത്ത് വെക്കും. പിറ്റേ ദിവസം കഴുകി വാർത്ത് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വിട്ടാക്കും. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനതട വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറൊക്കെ വറക്കുന്ന കണക്ക് ആടെങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സനിച്ചേട്ടൻ എണീച്ചിട്ടുണ്ട്, നടക്കാൻ പോലുണ്ട് രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഞാൻ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇത് വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ സെറ്റാക്കാം. അപ്പോൾ ഇന്നലെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ചില ദിവസം സമയം ഉണ്ടാകുമ്പോൾ വൃത്തിയാക്കി വെക്കും, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ ചെയ്യുള്ളൂ. അപ്പം നത്തലാണ് കേട്ടോ. ഇപ്പം മീനെല്ലാം നല്ല വിലയാണ്. ആകെ വില കുറഞ്ഞു കിട്ടുന്നത് ഈ നത്തലാണ്. ഈ മീൻ ബാക്കിയിലെടുത്ത് എങ്ങനെയാണ് പറയാമെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളിവിടെ നത്തോലി അങ്ങനെയെല്ലാം പറയും. അപ്പം അത് വൃത്തിയാക്കിയെന്ന്. പിന്നെ ഞാനിത് വൃത്തിയാക്കുമ്പോൾ കത്തിയൊന്നും ഉപയോഗിക്കില്ല, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നുള്ളി എടുക്കുക ചെയ്യുക. അതിപ്പം ഞാൻ ചെയ്യുന്നത് കാണുമ്പം ആരെങ്കിലും കമൻ്റായിട്ട് ഒരു ഇതെങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതില്ല. ഇനി എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് അറിയില്ല. ഞാൻ കണ്ടെടുത്തോളം എല്ലാവരും കത്തി കൊണ്ട് തന്നെ മുറിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഞാനിതുപോലെ കൈ കൊണ്ട് നുള്ളി എടുക്കുക ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല വൃത്തിയായി കിട്ടും, പ്രശ്നമൊന്നുമില്ല. ചിലതിൻ്റെ ഒന്നും തല നുള്ളിയാൽ കിട്ടുമോ, അല്ലെങ്കിൽ വാല് ഭാഗം നുള്ളിയാൽ കിട്ടുമോ, പിന്നെ വൃത്തിയോടെല്ലാം കളയാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ടാവും. അപ്പം അതെല്ലാം വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം തേങ്ങ ഉരിച്ചിട്ട് തിരൽ സഞ്ചാരണമാണ്. എനിക്കിത് അത്ര വശമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഈ പാലയിൽ ഉരിക്കാനറിയാം, പക്ഷേ അതില്ല ഇവിടെ. അപ്പം ഞാൻ എന്നെ കഷ്ടപ്പെട്ട് ഉരിക്കുന്നുണ്ട്. പുറത്തിറങ്ങാൻ ചെറിയൊരു പേടിയുണ്ട്, ഇരുട്ടാണ്, പിന്നെ മഴയും ഉണ്ട്. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെ ആക്കിയെന്നിട്ട് ടൈലിനാ മറ്റും കുത്തിയാൽ ആ ടൈല് പൊട്ടും. അപ്പോൾ ആരും ഇതൊന്നും കണ്ടിട്ട് അനുകരിക്കാൻ നിൽക്കണ്ട. അപ്പം ഞാൻ ആദ്യമായി ഒരു തേങ്ങ ഉരിച്ചു എന്നൊന്നും പറയുന്നില്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു തേങ്ങ ഉരിച്ചു. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സ്പീഡായതുകൊണ്ട് പെട്ടെന്ന് ഉരിച്ച പോലെ തോന്നുന്നുണ്ടാവും. എനിക്കിത് അത്ര വശമില്ല. അപ്പം നമുക്ക് തേങ്ങ തരാം. അപ്പോൾ ഇത് തേങ്ങയുടെ വെള്ളം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് കള്ളപ്പാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് എടുത്ത് വെക്കാമല്ലോ. അപ്പം ഞാനതാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നത്തൽ വെക്കുന്നത് മോരൊഴിച്ചിട്ടാണ്. മോരൊഴിച്ച് നത്തൽ വെച്ച ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പം മോര് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെയല്ല അപ്പുറത്തെ താഴെ വീട്ടിൽ അമ്മ അവിടെ പശുവുണ്ട്. അപ്പോൾ അമ്മയാക്കിയ മോരാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്, നല്ല നാടൻ മോര്. അപ്പം മിക്സിയിലേക്ക് വെച്ചതും കറണ്ട് പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി ഉപ്പേരിക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏത് കാര്യം തിരക്കിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള കാര്യം നടക്കലുണ്ട്. അതായത് ഒന്നുകിൽ കറണ്ട് പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയില്ല വിഷമങ്ങൾ. അപ്പം ഞാൻ ഇത് പകുതി മുറിക്കുമ്പോഴൊക്കെ കറണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ വേഗം ഒന്ന് അരച്ചെടുക്കുക. അപ്പം തേങ്ങ അരച്ചിട്ട് പുട്ടും കൂടി വേഗം പൊടിച്ചെടുക്കുക. ഇത് ചോന്നരി കേട്ടോ, പുതിർത്തിട്ടുള്ളത് ചോന്നരി. ഇതുപോലെ പുട്ടാക്കിയ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. റേഷനരിയും എല്ലാ അരിയും നമ്മൾ ഇതുപോലെ ആക്കലുണ്ട്. ചില അരിയെല്ലാം വാങ്ങിയാൽ നല്ല വേവുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഞാൻ തലേന്ന് പുതിർത്തിട്ട് പിറ്റേ ദിവസം പൊടിച്ചിട്ട് പുട്ടാക്കുകയോ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മീനിലിതാ അരപ്പ് ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതാടന്ന് റെഡിയാകുമ്പോഴേക്ക് കടലക്കറിക്കില്ലേ തേങ്ങ അരച്ചെടുക്കാം. അപ്പം തേങ്ങയിലേക്ക് ഞാൻ കടല ചേർത്തിട്ട് അരക്കും. അപ്പോൾ കറി കുറച്ച് നല്ല കട്ടിയിൽ കിട്ടും. പിന്നെ 2 വെളുത്തുള്ളി, കറിവേപ്പില, ജീരകവും ചേർത്ത് അതിലേക്ക് അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും വറുത്തിടുന്നുണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് നമ്മൾ മീൻകറി സെറ്റായി. ഇനി പിട്ടുണ്ടാക്കുക. അപ്പോൾ പിട്ടിന് നമ്മൾ പൊടിച്ചു വെച്ചത് ഇന്ന് ചോന്നരി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, നോക്കിയിട്ട് നമുക്ക് അതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പക്ഷേ റേഷനരി ആവുന്ന സമയത്ത് അധികം
വെള്ളമായാൽ പിന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂല, അതിങ്ങനെ ഉണ്ടയായി വരും. അപ്പം അത് ശ്രദ്ധിക്കണം. ചുവന്നരിക്കാൻ ബുദ്ധിമുട്ടില്ല, നല്ല സോഫ്റ്റ് വന്ന് നല്ല ടേസ്റ്റ് വന്ന് പുട്ട്. അപ്പോൾ പുട്ടിതാ ഞാൻ അടുത്തേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പുറം നമുക്ക് ഉപ്പേരി വെക്കാം. അപ്പോൾ ഇന്ന് വഴുതനങ്ങ വെക്കുന്നത്. വഴുതനങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, ഒരു തൈ ഉണ്ടായിന്. അപ്പം മഴ പെയ്ത സമയത്ത് അത് നല്ല ഉഷാറായി. അതിലിപ്പോൾ 2-3 വൈനങ്ങ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഒന്ന് മാത്രമേ ആക്കുന്നില്ല. ഇവിടെ മക്കൾക്കൊന്നും വൈനങ്ങ പറയുന്ന സാധനം ഇഷ്ടമല്ല, ഇവർക്കും ഇഷ്ടമൊന്നുമല്ല. പക്ഷേ അതിലുള്ള ഉള്ളി കൂട്ടും. എനിക്ക് വൈനങ്ങ ഇഷ്ടമാണ്. ഇപ്പം 5:45 6 മണി ആ സമയമാകുമ്പോൾ നല്ല വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും, നല്ല വെളിച്ചമുണ്ട്. അപ്പം എൻ്റെ പണിയെല്ലാം ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പണ്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഉപ്പേരിയാണ് ഉണ്ടായിന്, വഴുതനങ്ങ ഉപ്പേരി. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കൂട്ടലില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇങ്ങ് വന്നേ പിന്നെയാണ് എന്ത് കിട്ടിയാലും കഴിക്കുന്ന അവസ്ഥയായത്. അപ്പം പിന്നെ വഴുതനങ്ങ ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ചായ വെക്കണം. സനിച്ചേട്ടൻ വരുമ്പം ചൂട് ചായ കൊടുക്കാമെന്ന്. അപ്പം നടന്നിട്ട് വരുമ്പോഴേക്ക് ചായ വെച്ച്, നമ്മളിവിടെ പാലൊഴിച്ച് ചായ ആക്കിയില്ല, എല്ലാവർക്കും കട്ടനാണ് കേട്ടോ. അപ്പം നമ്മളെ പിട്ട് നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഉന്തുമ്പോൾ തന്നെ പുറത്തേക്ക് ഇങ്ങനെ വീവും, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കള പണിയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മക്കളെ വിളിക്കുക. അപ്പം അവർക്കിനി ചായ കൊടുക്കലും ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം ആയിരിക്കും. വീഡിയോയിലെല്ലാം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുമ്പോൾ വലിയൊരു വീഡിയോ, അപ്പം നിങ്ങൾക്കും മടുപ്പാവും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കി വന്ന പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് വെടിച്ചെടുക്കാം. ഞാനിങ്ങനെ പാത്രം കൂട്ടി വെച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാണുമ്പം തന്നെ എനിക്ക് മടി വരും. പിന്നെ നാടെ നിൽക്കട്ടെ വിചാരിച്ച് അങ്ങനെ ആവും. അപ്പോൾ ഇതാ ഒരാൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മോളും ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്. എൻ്റെ സ്ഥലമാട്ടാടാം. അപ്പോൾ അത് അവർ കയ്യേറിയ സ്ഥിതിക്ക് ഞാനിന്ന് ഉള്ളുന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇനി മോനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ രാത്രി കിടന്ന പോലെയല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരെ തിരിഞ്ഞിട്ടാട്ടാ കിടക്കുന്നത്. അപ്പോൾ ഏച്ചി അനിയനും കൂടി കട്ടുന്ന് കുറേ നേരം കളിച്ചു, പല്ലെല്ലാം തേച്ചു, ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇനി ഇവർ ചായ കുടിച്ച് കീഞ്ഞിട്ട് വേണം, മോനെ കീപ്പിച്ചിട്ട് വേണം എനിക്ക് റെഡിയാവാൻ വേണ്ടി. എനിക്ക് മോളെയും കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളിൽ ഇല്ല, മോക്കിന്ന് സ്കൂളില്ല, ഇന്ന് സമരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓള് പോകുന്നില്ല. അപ്പം മോനോടത് പറയുന്നില്ല, പറഞ്ഞ ഓനും മടിയാവും. ഏച്ചി പോവാത്തതുകൊണ്ട് ഞാനും പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഓനോടത് പറഞ്ഞിട്ടില്ല. നമ്മൾ ചായ കുടിക്കുന്ന സമയം രാവിലെ 8 മണിയാണ് കേട്ടോ. എല്ലാ ദിവസവും 8 മണിക്ക് തന്നെ ചായ കുടിക്കൽ. കറക്റ്റ് ആ ഒരു ശീലിച്ച് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, ആ സമയത്ത് തന്നെ ആകുമ്പോഴേക്കും എല്ലാം മക്കൾ എണീച്ച് വരും, നമ്മളെല്ലാം റെഡിയാവും, എല്ലാം സെറ്റാവും. ഇന്ന് പിന്നെ സനിച്ചേട്ടൻ പിന്നെ ചായ കുടിക്കാനില്ല, നേരത്തെ ചായ കുടിച്ച് പോയി. ഇന്ന് ഇവർക്ക് മീറ്റിംഗ് ആണ്. അപ്പം ഇനി മോനെ കേൾപ്പിക്കണം, എന്നിട്ട് പിന്നെ നമ്മളും കഴിഞ്ഞിട്ട് പോകണം, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ഓനെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അച്ചുവേട്ടനിതാ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നച്ചുവാട കിടക്കുന്നുണ്ട്. അപ്പോൾ ഓനൊരു ചെറിയൊരു ഡൗട്ടുണ്ട്, ചേച്ചി ഇന്ന് പോകുന്നില്ലയോ എന്നില്ലേ. അപ്പം ഞാനത് പറഞ്ഞാടിയിരുത്തി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാ. അപ്പം കുറച്ചും കൂടി സമയം കൂടി കഴിഞ്ഞാൽ ഓൻ്റെ വണ്ടി വരും. അപ്പം പിന്നെ മോൻ പോവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ നച്ചൂരെ സ്കൂളിലേക്ക് പോയിരുന്നു, കടന്നപ്പള്ളി UP സ്കൂള്. അപ്പോൾ ഓളെ മാർക്ക് ലിസ്റ്റ് മേടിക്കണം, എന്നിട്ട് ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് കൊടുക്കണം. വണ്ടിക്കാണോ? സ്കൂൾ കുറച്ച് ഉള്ളോട്ടാട്ടാ, അപ്പം കുറച്ച് പോവാനും ഉണ്ട്. അപ്പം മോള് പോകുന്നത് ഓട്ടോയിലാണ് ഉണ്ടായത്. അപ്പം അടുത്ത ടീച്ചർമാരെല്ലാം നല്ല ടീച്ചർമാരാണ്, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലീവായ ദിവസമായതുകൊണ്ട് ഓള് വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓൾക്കത് ഭയങ്കര സന്തോഷമായി. അപ്പം മഴ കുറച്ച് പൊടിയുന്നുണ്ട്, പെയ്യുമോയെന്നറിയില്ല, നോക്കാം. അപ്പം നമ്മളിത് സ്കൂളിൽ എത്തിയിട്ടാണ്. നമ്മൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ പെയ്തു. അപ്പം നമ്മൾ മാർക്ക് ലിസ്റ്റെല്ലാം മേടിച്ചു. അപ്പോൾ ഓളോളെ ടീച്ചർമാരെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് അതിൽ. അപ്പോൾ ആളിത് എത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. നല്ല മഴയാണ്, അതുകൊണ്ട് സ്കൂളിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കടന്നപ്പള്ളി സ്കൂളിലെ വീഡിയോ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. നല്ല മഴയാണ്. അപ്പോൾ ഫുള്ള് അത്യാവശ്യം ഇതാ നനഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം.